ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആ കാലഘട്ടത്തിൽ ബി ജെ പി എന്ന് പറഞ്ഞാൽ ബി ജെ പിയെ നോക്കാനോ അല്ലെങ്കിൽ ബി ജെ പിക്കാരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ബി ജെ പിയുമായി ഇടപഴകാനോ തയ്യാറാകാത്ത ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് അതിൻ്റെ മുന്നൊരുക്കമായുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് ജനങ്ങൾ, തൃശ്ശൂരിലെ ആബാലവൃത്തം ജനങ്ങൾ എന്ന് ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക, എല്ലാ തരത്തിലുള്ള ആളുകൾ ബി ജെ പിയുമായിട്ട് സഹകരിക്കാനായിട്ട് തയ്യാറാകുന്നു. ഇനി പുതിയ ക്രമീകരണത്തിന്റെ ഭാഗമായിട്ട് 56 ഡിവിഷനായി. അപ്പോൾ ഈ 35 ഡിവിഷനിൽ ഒന്നാം സ്ഥാനത്ത് ബി ജെ പി എത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ കണക്കുകൾ വ്യക്തമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും തൃശ്ശൂർ കോർപ്പറേഷൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മേയർ ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ തൃശ്ശൂരിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിൽ വലിയ രീതിയിൽ തന്നെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ശ്രീ ബിജോയ് തോമസ്. അദ്ദേഹം ഇന്ന് ബി ജെ പിയുടെ എറണാകുളം മേഖലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ഈ സമയത്ത് വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ ബി ജെ പി ഏറ്റവും വലിയ രീതിയിൽ പ്രതീക്ഷ വെക്കുന്ന തൃശ്ശൂർ കോർപ്പറേഷനിൽ എത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ ഈ ബി ജെ പിക്ക് അധികാരം പിടിക്കാൻ ഉള്ള സാഹചര്യം നിലവിലെ ഈ ഒരു അവസ്ഥയിൽ ഇവിടെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിരുന്നു താങ്കൾ. അപ്പോ ഇവിടെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ നിർണായകമായിട്ടുള്ള ഒരു വോട്ട് തൃശ്ശൂർ കോർപ്പറേഷനിലാണ്. അത് തൃശ്ശൂരിലെ പാർലമെന്റ് ഇലക്ഷനിൽ ബി ജെ പിക്ക് വലിയ രീതിയിൽ അനുകൂലമായിരുന്നു. ഇത്തവണ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ ആ ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടോ? 100% പ്രതീക്ഷയുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷൻ ബി ജെ പി അധികാരത്തിലേറാനായിട്ട് പോവുകയാണ്. തൃശ്ശൂർ കോർപ്പറേഷനിലെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഡിവിഷനുകൾ പരിശോധിക്കുന്ന സമയത്ത് 35 ഡിവിഷനുകളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്താണ്. 55 ഡിവിഷനാണ് നിലവിലെ കോർപ്പറേഷനുള്ളത്. പുതിയ ക്രമീകരണത്തിന്റെ ഭാഗമായിട്ട് 56 ഡിവിഷനായി. അപ്പോൾ ഈ 35 ഡിവിഷനിൽ ഒന്നാം സ്ഥാനത്ത് ബി ജെ പി എത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ കണക്കുകൾ വ്യക്തമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും തൃശ്ശൂർ കോർപ്പറേഷൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മേയർ ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ ഒരു സമയത്ത് തൃശ്ശൂരിലെ പുതിയ ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള ജസ്റ്റിൻ ജേക്കബ്, അദ്ദേഹം ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നൊരാളാണ്. ഇത് തൃശ്ശൂരിലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടയിൽ ബി ജെ പിക്ക് ഒരു പടി കൂടി ഒരു സ്വാധീനം ഉണ്ടാക്കാനായിട്ട് ഉള്ളൊരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. പക്ഷെ ഈ ഛത്തീസ്ഗഡ് വിഷയം വന്ന സമയത്ത് അതിനെന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ഈ കന്യാസ്ത്രീകൾ വിഷയം പറഞ്ഞിട്ട് LDF UDF നിരന്തരമായിട്ട് കുറെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നു. അത് തൃശ്ശൂരിൽ ഏശിയിട്ടുണ്ടോ? തൃശ്ശൂരിൽ അതൊന്നും ഏശിയിട്ടില്ല. തൃശ്ശൂരിലെ ക്രൈസ്തവ സമൂഹം അത്തരത്തിലുള്ള ഈ തെറ്റായ പ്രചരണത്തിന് വീഴുന്ന ഒരു കാലഘട്ടം മുമ്പുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് തൃശ്ശൂരിലെ ക്രൈസ്തവ സമൂഹം അത് യാഥാർത്ഥ്യ ബോധത്തോട് കൂടിയിട്ടാണ് ഇന്ന് അതിന് ഏത് വിഷയം വന്നാലും അതിനെ സമീപിക്കുന്നത്. അതിൽ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും നടത്തിയിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ചില കള്ളപ്രചരണങ്ങളാണ് എന്നുള്ളത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആ സംസ്ഥാനത്ത് സിസ്റ്റേഴ്സ്, ബഹുമാന്യ സിസ്റ്റേഴ്സ് അവിടെ ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായ സമയത്ത് ആ വിഷയത്തിൽ ഇടപെടാനായിട്ട്, ആധികാരികമായിട്ട് ഇടപെടാനായിട്ട് സാധിക്കുന്നത് ബി ജെ പിക്ക് മാത്രമായിരുന്നു എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അവിടെ ആ സംസ്ഥാനം ഭരിക്കുന്നത് ബി ജെ പി ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ബി ജെ പിയുടെ നേതാക്കള്, സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അവിടെ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ആ പ്രശ്നങ്ങൾക്ക് അവസരോചിതമായ ഒരു പരിഹാരം അല്ലെങ്കിൽ കണ്ടെത്താനായിട്ടും അവരെ പുറത്തു കൊണ്ടുവരാനായിട്ട് ഏറെ ശ്രമിച്ചിട്ടുള്ളതും പ്രവർത്തിച്ചിട്ടുള്ളതും ബി ജെ പി ആണ് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് പഴയ കാലത്തെ പോലെ വഴിപ്പെടുന്ന ഒരു വോട്ടർമാരല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടുകൊണ്ടടക്കം തൃശ്ശൂരിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ നിരന്തരമായിട്ടുണ്ട്. അദ്ദേഹം പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിക്കുന്നതിന് മുന്നോടിയായിട്ട് പെണ്ണുകേസിൽ വരെ പെടുത്താനുള്ളൊരു ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷെ ജനങ്ങൾ ഇതെല്ലാം പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് പുള്ളിനെ 100% സ്വീകരിക്കുന്ന ഒരു അവസ്ഥ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലുണ്ടായിരുന്നു. ആ ഒരു തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ആളുകൾ അവർ ഇത്തവണ
ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ അവരുടെ മനസ്സ് മാറാനുള്ള സാഹചര്യമുണ്ടോ? അതിനായിട്ട് LDFും UDFും അവരുടേതായിട്ടുള്ള തനതായിട്ടുള്ള ശൈലിയിൽ ഒരു തന്ത്രങ്ങൾ മെനഞ്ഞാൽ അത് BJPക്ക് തിരിച്ചടിയാവും. ഒരു നിലയ്ക്കും തിരിച്ചടിയാവില്ല. ജനങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ജനങ്ങൾ യാഥാർത്ഥ്യ ബോധത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങളെ സമീപിക്കുന്നത്. ഇവിടെ ഇപ്പൊ LDF UDF എന്ന് പറയുന്ന സമയത്ത് ഈ തൃശ്ശൂരില് വികസനം കൊണ്ടുവരണമെങ്കിൽ അതിനിന്ന് കേന്ദ്ര സർക്കാരിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ BJP ഭരിക്കേണ്ടത് തൃശ്ശൂരിലെ ജനങ്ങളുടെ ആവശ്യമാണ്. കാരണം തൃശ്ശൂർ കോർപ്പറേഷൻ BJP ഭരിച്ചാൽ മാത്രമാണ് ഇവിടെ വികസനം കൊണ്ടുവരാനായിട്ട് കഴിയൂ എന്ന് പറയാനുള്ള കാരണം, അത് കേന്ദ്ര സർക്കാർ BJP ഭരിക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ നേരിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാനായിട്ട്, സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് പദ്ധതികൾ കൊണ്ടുവരാനായിട്ട് കൂടുതൽ സൗകര്യം ഉണ്ടായിരിക്കും. സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിന് ചൂട് പിടിച്ചൊരു ഭരണമാണ് കേരളത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ, ഈ തൃശ്ശൂർ കോർപ്പറേഷനിൽ ഉണ്ടാകുന്നതെങ്കിൽ, അത് നമുക്കറിയാം കേരള സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്നുള്ളതും ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാനായിട്ടുള്ള ശേഷി ഇന്ന് ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ ചൂട് പിടിച്ചുകൊണ്ടൊരു കോർപ്പറേഷൻ ഭരണമല്ല ആവശ്യമുള്ളത്. സമ്പൽ സമൃദ്ധമായ പ്രാപ്തമുള്ള ഒരു നേതൃത്വമുള്ള ഇന്ത്യ മഹാരാജ്യത്തിന് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന BJPയുടെ കീഴിലുള്ള അതിനനുകൂലിക്കുന്ന ഒരു കോർപ്പറേഷൻ ഭരണമാണ് ഉണ്ടാകേണ്ടത്. അത് ഈ നാടിന്റെ കോർപ്പറേഷന്റെ വികസനം ആഗ്രഹിക്കുന്ന ആളുകൾ ആ തരത്തിൽ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് 100% തൃശ്ശൂർ കോർപ്പറേഷൻ BJP ഭരിക്കും. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കേരളത്തിന്റെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ BJPക്ക് ഏകദേശം 20% വോട്ട് ആയിട്ടുണ്ട്. 20% വോട്ട് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ ഇത് പഞ്ചായത്ത് അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ കേരള BJPയെ സംബന്ധിച്ച് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു സെമി ഫൈനലായിട്ട് കാണാൻ സാധിക്കില്ല. കാരണം BJPക്ക് എത്രത്തോളം പുതിയൊരു അധ്യക്ഷന് കീഴിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് അതിൻ്റെ ഒരു റിസൾട്ട് കൂടിയായിരിക്കില്ലേ? BJPക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. BJPക്ക് അതിൽ ഒരു ശക്തമായ നേതൃത്വമാണ് ഇപ്പൊ BJPക്ക് കേരളത്തിലുള്ളത്. അതേപോലെ തന്നെ ഓരോ ജില്ലയിലും അത്തരത്തിലുള്ള നേതൃത്വമുണ്ട്, ഓരോ മണ്ഡലത്തിലും നേതൃത്വമുണ്ട്, പഞ്ചായത്തിലും നേതൃത്വമുണ്ട്, ബൂത്തിലും അടക്കം ശക്തമായ നേതൃത്വം. രാഷ്ട്രീയപരമായ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് BJPയെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പ്രാപ്തമായ നേതൃത്വം ഇന്ന് BJPക്ക് അകത്തുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും വലിയ നേട്ടങ്ങൾ BJPക്ക് ഉണ്ടാകും. ഡിസംബർ മാസത്തിലെ ആ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ബോധ്യമാകും. കേരളത്തിലെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും BJPയുടെ ഭരണത്തിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഇപ്പോൾ വർഷങ്ങളായിട്ട് തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. നിയമസഭ ഇലക്ഷൻ വരെ മത്സരിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ ആ ഒരു സമയത്തുണ്ടായിരുന്ന താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഒരു വലിയൊരു ചരിത്രപരമായിട്ടുള്ളൊരു മാറ്റം തൃശ്ശൂരിൽ ഉണ്ടായതാണ്. അപ്പൊ എന്തായിരുന്നു ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആ കാലഘട്ടത്തിൽ BJP എന്ന് പറഞ്ഞാൽ BJPയെ നോക്കാനോ അല്ലെങ്കിൽ BJPക്കാരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ BJPയുമായി ഇടപഴകാനോ തയ്യാറാകാത്ത ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് അതിൻ്റെ മുന്നൊരുക്കമായുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് ജനങ്ങൾ, തൃശ്ശൂരിലെ ആബാലവൃത്തം ജനങ്ങൾ എന്ന് ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക, എല്ലാ തരത്തിലുള്ള ആളുകൾ BJPയുമായിട്ട് സഹകരിക്കാനായിട്ട് തയ്യാറാകുന്നു. ഇനി BJP ആണ് ഇവിടെ വരേണ്ടത്. നല്ല അറിവും പ്രാപ്തിയുമുള്ള നേതാക്കൾ ഉണ്ടാകണം. സുരേഷ് ഗോപിയെ പോലുള്ള ഒരാള് ഇവിടെ ജയിച്ച് പാർലമെന്റിൽ പോകേണ്ടത് ഈ നാടിന്റെ വികസനത്തിന് ആവശ്യമാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് ജനങ്ങൾ വളരെയധികം BJPയെ നല്ല രീതിയിൽ സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ്, എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു എക്സ്പീരിയൻസിൽ ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ ന്യൂനപക്ഷ സമുദായങ്ങൾ, ക്രിസ്ത്യൻ സമുദായം അടക്കമുള്ള സമൂഹം BJPയെ വേറൊരു തരത്തിൽ കണ്ടിരുന്നെങ്കിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയൊക്കെ വളരെയധികം അനുഭാവപൂർവം ഈ സംവിധാനത്തിന്, ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പോലുള്ള ഒരാള്, സുരേഷ് ഗോപിയെ പോലുള്ള ഒരാള്
ജയിച്ച് പാർലമെന്റിൽ പോകേണ്ടത് ആവശ്യമുണ്ട്. ഈ നാടിന്റെ വികസനം ആവശ്യമുണ്ട്. നരേന്ദ്രമോദിയുടെ ആ ഭരണത്തിന് കീഴിൽ അതിനെ ചോട് പിടിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്ന വലിയൊരു സമൂഹം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്നായിട്ട് പറ്റാത്ത അല്ലെങ്കിൽ അവരെ കിട്ടാത്ത ആരും തന്നെ ഇന്ന് ഈ സമൂഹത്തിലില്ല എന്നുള്ളതൊക്കെ തന്നെ ഒരു യാഥാർത്ഥ്യ ബോധത്തോട് കൂടിയിട്ട് ജനങ്ങൾ അതിനെ സമീപിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. വളരെ നന്ദി ഏട്ടാ ഈ ഒരു സമയത്ത് പ്രതികരിച്ചു. താങ്ക് യു.